മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി.വി. അൻവർ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് നൽകിയ പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ. പി ശശി കമ്മീഷൻ വാങ്ങുന്നു എന്നാണ് ഒരു ആരോപണം. കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ പി ശശി കക്ഷി ചേരുന്നു. ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നു. ചില തർക്കങ്ങളിൽ ഇടനിലക്കാരനായി കമ്മീഷൻ കൈപ്പറ്റുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങുന്നു. ചിലരോട് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുന്നു. ശശിയുടെ ഫോൺ കോൾ എടുക്കാതായ സ്ത്രീകളെ അറിയാമെന്നും അൻവർ പരാതിയിൽ പറയുന്നു. പരാതിയുടെ പകർപ്പ് അൻവർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ടി.ജി. സജിത്ത് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഗുരുതര ആരോപണങ്ങളാണ് ആ പരാതിയിലുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? അശ്വതി, അൻവർ സിപിഎം ഏറ്റുമുട്ടലിന്റെ ഏറ്റവും ഒടുവിലെ നീക്കമാണ് ഇപ്പോൾ പി.വി. അൻവർ ഫേസ്ബുക്കിലൂടെ നടത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ പരാതി അത് പരസ്യമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ അൻവർ അത് പരസ്യമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതാണ്. ഗുരുതര ആരോപണമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വളരെ മോശമായ ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന പ്രധാനപ്പെട്ട ആരോപണമാണുള്ളത്. ചില തർക്കങ്ങൾ വരുമ്പോൾ അതിൽ ഇടനില നിന്ന് കമ്മീഷൻ പറ്റുന്നു എന്ന ഗുരുതരമായ ആരോപണമുണ്ട്. രണ്ട് കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം പറ്റിയിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. ഒപ്പം തന്നെ ഈ രണ്ട് കേസുകൾ രണ്ട് പാർട്ടിക്കാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി ഇവർക്കിടയിൽ കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ അവിശുദ്ധമായ ഇടപെടലുകൾ പി ശശി നടത്തുന്നു എന്ന ആരോപണമുണ്ട്. അതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതികളുമായി എത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ വാങ്ങിവെച്ച് അവരെ വീണ്ടും വിളിച്ച് അന്വേഷിച്ച് ആക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊരു ശല്യമായി മാറിയപ്പോൾ ഫോൺ കോൾ എടുക്കാത്ത തരത്തിലുള്ള ആളുകളെ പോലും തനിക്കറിയാം എന്നതാണ് ഈ പരാതിയിലൂടെ പി ശശിക്കെതിരായ ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചേർന്ന് വേണ്ടത്ര ജാഗ്രതക്കുറവുണ്ടായപ്പോൾ അത് പരിഹരിക്കാനും മികച്ച പോലീസിംഗ് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശിയെ നിയമിച്ചത്. പക്ഷേ അതിനു വിരുദ്ധമായിട്ടാണ് പി ശശിയുടെ ഇടപെടലുകൾ നടക്കുന്നത് എന്നടക്കമുള്ള ഗുരുതര ആരോപണമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഒപ്പം തന്നെ ഇടതുമുന്നണി കൺവീനർക്കും നൽകിയിരിക്കുന്ന ഈ ആരോപണത്തിലൂടെ പി.വി. അൻവർ ഉന്നയിക്കുന്നത്. ഗുരുതരമായ ആക്ഷേപമാണ് അൻവർ ഉന്നയിക്കുന്നത്. കാരണം പി ശശിയുമായി ബന്ധപ്പെട്ട പഴയകാല വിവാദം നമുക്കറിയാം. സിപിഎമ്മിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്നത് പരാതിയുടെ സാഹചര്യം അറിയാം. സമാനമായ സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നു എന്ന ഗുരുതര പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പരാതി പരസ്യമാക്കപ്പെടുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങളിലേക്കും ആരോപണങ്ങളിലേക്കും പോകും. കാരണം ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലം അതാണ്. ഗുരുതരമായ ആക്ഷേപമുണ്ട്. സ്വാഭാവികമായും സിപിഎം നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടിയും വരും. സജിത്ത്, ഇന്ന് 2 പൊതുയോഗങ്ങൾ നടക്കേണ്ടതായിരുന്നു പി.വി. അൻവറിന്റെ. പക്ഷേ ശബ്ദത്തിന് പ്രശ്നമുള്ളത് കൊണ്ട് അത് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും മാധ്യമങ്ങളെ അല്പസമയം മുമ്പ് പി.വി. അൻവർ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് താൻ അത്തരത്തിൽ മുന്നോട്ടിറങ്ങുകയാണെങ്കിൽ പലർക്കും അത് താങ്ങാൻ കഴിയില്ല എന്ന രീതിയിലുള്ള സൂചനകളൊക്കെയാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ഈ ശബ്ദമില്ലെങ്കിലും ശബ്ദം തനിക്ക് വേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലല്ലേ ഫേസ്ബുക്കിലൂടെ ഈ പരാതി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്? തീർച്ചയായും അത് അൻവറിന്റെ നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി കൂടി മാറുകയാണ്. കാരണം സിപിഎം നേതൃത്വവുമായി ഉന്നയിക്കപ്പെടുന്ന സിപിഎം നേതൃത്വത്തിനെതിരെ ഇത് പി ശശിക്കെതിരായ ആരോപണമാണെങ്കിൽ കൂടിയും അത് സിപിഎം നേതൃത്വം വിശദീകരിക്കേണ്ടി വരും. കാരണം മുമ്പ് ഈ പി ശശിക്കെതിരായ ആക്ഷേപങ്ങളിൽ മറ്റ് ഗുരുതരമായ ആക്ഷേപങ്ങളൊന്നുമില്ല എന്നതായിരുന്നു പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വിശദീകരിച്ചത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ഔദ്യോഗിക ലെറ്റർപാഡിൽ എം.എൽ.എ. എന്ന നിലയിൽ ഔദ്യോഗിക ലെറ്റർപാഡിൽ കൈമാറിയ പരാതിയിൽ ഇക്കാര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അൻവർ ഇപ്പോൾ പുറത്തുവിട്ട ഈ രേഖകളിലൂടെ വ്യക്തമാവുന്ന കാര്യം. ഗുരുതര ആക്ഷേപം പി ശശിക്കെതിരെ ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നു എന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിക്കാരെത്തുന്ന സ്ത്രീകൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായി എന്ന് ഭരണകക്ഷിയുടെ ഭാഗമായിരുന്ന ഒരു എം.എൽ.എ. തന്നെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് സ്വാഭാവികമായി മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടി വരും. പൊളിറ്റിക്കൽ സെക്രട്ടറി രീതിയിൽ പി ശശിക്ക് മാത്രമല്ല അത് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സിപിഎം നേതൃത്വത്തിനും നേരുള്ള ഒരു വലിയ ആരോപണവും പ്രതിസന്ധിയായി കൂടി ഈ പരാതി പരസ്യമാക്കപ്പെടുന്നതോടെ മാറുകയാണ്. അതാണ് സെക്രട്ടറി കാര്യം കൂടി പറഞ്ഞതുപോലെ ഈ സ്ത്രീ വിഷയം അത് വളരെ ഗൗരവമുള്ളതല്ലേ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് പരാതിക്കാരായി എത്തുന്ന സ്ത്രീകളിൽ നിന്നും നമ്പർ വാങ്ങി അവരോട് മോശമായി പെരുമാറുന്ന രീതിയിലാണ് അൻവർ ഇത്തരത്തിൽ റിട്ടേൺ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി നടപടി എടുക്കുന്നില്ല എന്ന് ജനങ്ങളോട് തുറന്നു പറയുകയാണ് അൻവർ. യുദ്ധം അവസാനിപ്പിക്കുന്നില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും ഈ വിഷയത്തിൽ അതുതന്നെയാണ് ഉണ്ടാവുന്ന പ്രതിസന്ധിയും. കാരണം അൻവർ നടത്തുന്ന നീക്കങ്ങളിലെ ഏറ്റവും മൂർച്ചയുള്ള നീക്കങ്ങളിൽ ഒന്നായി ഇത് മാറുകയാണ്. കാരണം ഇതിനകം അൻവർ നടത്തുന്ന പൊതുയോഗങ്ങളിലൊക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പി ശശിക്കെതിരെ എന്താണ് അൻവർ ഉന്നയിച്ച ആക്ഷേപം, അതിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്താണ് എന്ന കാര്യം ഇതുവരെ പുറത്തായിരുന്നില്ല. പക്ഷേ ഈ പരാതിയിലൂടെ അത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ രൂക്ഷമായി തന്നെ അത് ചർച്ച ചെയ്യപ്പെടും. ഒപ്പം CPM വിശദീകരിക്കേണ്ടി വരുന്ന പശ്ചാത്തലം കൂടിയായി മാറുകയാണ്. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നതാണ്. വീണ്ടും ഇത്തരമൊരു പശ്ചാത്തലം ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് പി ശശി എന്ന മുൻപ് ആരോപണ വിധേയനായ വ്യക്തി തന്നെ അതിൽ കക്ഷിയാവുന്നു എന്ന പശ്ചാത്തലമുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തുടരുന്നതിനെതിരെയും നേരത്തെയും CPM-ൽ അഭിപ്രായമുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കൾക്കും പി ശശിയുടെ നിലപാടുകൾക്കെതിരെ എതിർപ്പുണ്ട്. അവരുടെ നിലപാടുകളൊക്കെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമായി ഇത് മാറുകയാണ്. അതായത് അൻവർ ഇപ്പോൾ പാർട്ടിക്ക് അനഭിമതനും പാർട്ടി അണികൾക്കിടയിൽ അൻവറിനെതിരായ നീക്കം നടക്കുമ്പോൾ ഈ ശശിക്കെതിരായ വികാരമുള്ള ആളുകൾക്കിടയിലേക്ക് ഇത്തരമൊരു പരാതി പരസ്യമാക്കുന്നതിലൂടെ അൻവർ ലക്ഷ്യമിടുന്ന മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. സ്വാഭാവികമായും അത് CPM-നകത്ത് ചർച്ച ചെയ്യപ്പെടും എന്നത് മുന്നിൽ കണ്ടുകൂടിയാണ് PV അൻവർ ഇത്തരമൊരു നീക്കം നടക്കുന്നത്. ശരി സജിത്ത്, എന്തായാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് PV അൻവർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇടവേള.